വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീണ്ടും ഞാൻ ഒരു ഫ്രെയിം മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ബേബി ഫ്രെയിമിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും ഫ്രെയിമിങ്ങും എല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം എഡിറ്റിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇനി അവിടെ സെർച്ചിൽ പോയിട്ട് ബേബി ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് വരും അവിടെ. ഇനി അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്തിട്ടെടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എഡിറ്റിംഗ് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇനി അവിടെ പ്ലസ്സിൽ പ്രസ് ചെയ്തിട്ട് A5 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇത് A5 സൈസിലുള്ള ഫ്രെയിമിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് അവിടെ ഓപ്പൺ ആവും. ഇനി ഇതിലേക്ക് ബാക്ക്ഗ്രൗണ്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആ പ്ലസ്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പോയിട്ട് അപ്ലോഡ് ഫയൽ കൊടുത്താൽ നേരിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് പോകും. എന്നിട്ട് അതിന് ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി അവിടെ പ്ലസ്സിൽ പ്രസ് ചെയ്തിട്ട് എലമെൻറ്റ്സിൽ പോയിട്ട് ഫ്രെയിം എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് അതിൽ ഒരു ഫ്രെയിം സെലക്ട് ചെയ്യുക. ഇനി അതിൽ റീപ്ലേസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഫോട്ടോ റീപ്ലേസ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്ലോഡ്സിൽ പോയി ഗാലറിയിൽ നിന്ന് നേരിട്ട് ഇതിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഇനി ടെക്സ്റ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ പ്ലസ്സിൽ പ്രസ് ചെയ്തിട്ട് ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് ടെക്സ്റ്റ് ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഫോൺസും കളേഴ്സൊക്കെ സെലക്ട് ചെയ്യുക. വീണ്ടും പ്ലസ്സിൽ പ്രസ് ചെയ്ത് എലമെൻറ്റ്സിൽ പോയിട്ട് ബ്ലഡ് എന്ന് സെർച്ച് ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു ബ്ലൂ തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കളറൊക്കെ മാറ്റിയിട്ട് ബ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും എലമെൻറ്റ്സിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ സെർച്ച് ചെയ്യുക. ഇനി ടൈം കൊടുക്കാനായിട്ട് എലമെൻറ്റ്സിൽ പോയി ക്ലോക്ക് എന്ന് സെർച്ച് ചെയ്യാം. വീണ്ടും എലമെൻറ്റ്സിൽ പോയിട്ട് വെയിറ്റ് എന്ന് സെർച്ച് ചെയ്യാം. ഇനി ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിൽ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. വെയിറ്റും ടൈമും എല്ലാം ടെക്സ്റ്റ് ചെയ്യുക. ഇനി അപ്ലോഡ്സിൽ പോയിട്ട് വീണ്ടും ഇതിലേക്കൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക.
എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിത് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഇത് A3 ഷീറ്റിൽ ലേസർ പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു A3 ഷീറ്റിന് 50 റുപ്പിയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു A5 സൈസിലുള്ള വൈറ്റ് ഫ്രെയിമാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഏജോ മാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് അതുപോലെ ബുക്ക് സ്റ്റോറിലൊക്കെ ഫ്രെയിം വാങ്ങിക്കാൻ കിട്ടും. ഇതിന് 120 രൂപയാണ് റേറ്റ്. ഇതിൻ്റെ ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഫോട്ടോ കട്ട് ചെയ്യുക. ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രെയിമിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഫ്രെയിമിൻ്റെ ഗ്ലാസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ബ്ലാക്ക് ടാപ്പ് കൊണ്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.